ചെങ്കടലിലെ പരീക്ഷണ പറക്കലിനിടെ സ്വന്തം വിമാനം വെടിവെച്ചിട്ട് അമേരിക്കൻ നാവികസേന. അബദ്ധം സംഭവിച്ചതാണെന്ന് അമേരിക്ക സ്ഥിരീകരിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 2 നാവികസേനാ ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടു. വിശദമായ അന്വേഷണം ആരംഭിച്ചതായി അമേരിക്ക വ്യക്തമാക്കി. വിവരങ്ങളുമായി മഹേഷ് പോലൂർ ചേരുന്നുണ്ട്. മഹേഷ്, എന്താണ് സംഭവിച്ചത്? തന്നെ തീർത്തും ഒരു അബദ്ധം സംഭവിച്ചുവെന്ന് അമേരിക്ക തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് ചെങ്കടലിൽ പരീക്ഷണ പറക്കൽ നടത്തുകയായിരുന്ന FA-18 സൂപ്പർ ഹോർണറ്റ് എന്ന് പറയുന്ന അമേരിക്കയുടെ യുദ്ധവിമാനം, ആ വിമാനം പറന്നുയർന്നത് ഹാരി എസ് ട്രൂമാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രശസ്തമായ യുദ്ധക്കപ്പലിൽ നിന്നാണ്. ആ കപ്പലിൽ നിന്ന് പറന്നുയർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മറ്റൊരു യുദ്ധക്കപ്പലിൽ നിന്ന് ഗെറ്റിസ്ബർഗ് എന്ന് പറയുന്ന മറ്റൊരു യുദ്ധക്കപ്പലിൽ നിന്ന് ഒരു മിസൈൽ ഉപയോഗിച്ച് ആ വിമാനത്തെ വീഴ്ത്തുന്നു. ആ വിമാനത്തിലുണ്ടായിരുന്ന 2 നാവികസേനാ ഉദ്യോഗസ്ഥർ, വൈമാനികർ, ആ 2 പേരും ഈ വിമാനം താഴേക്ക് പതിക്കുന്നതിന് മുൻപ് തന്നെ താഴേക്ക് ചാടി രക്ഷപ്പെട്ടു. അതിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്ക് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അമേരിക്കയുടെ ഔദ്യോഗിക അറിയിപ്പ് തന്നെ കാര്യത്തിൽ വന്നിട്ടുമുണ്ട്. അതായത് ചെങ്കടലിൽ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഹൂത്തികൾ അമേരിക്കയുടെ കപ്പലിനെതിരെ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുന്നു എന്നുള്ള അവകാശവാദങ്ങൾ ഒരു വശത്ത് വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ച ഉടനെ തന്നെ അമേരിക്ക കാര്യം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത് ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയതാണ്, ഈ അബദ്ധം ഞങ്ങൾക്ക് സംഭവിച്ചതാണ് എന്ന് അമേരിക്ക തന്നെ വളരെ പെട്ടെന്ന് അതിനോട് പ്രതികരിക്കുന്നു. ഇല്ലായിരുന്നെങ്കിൽ അത് മറ്റാരെങ്കിലും അതിന് അവകാശവാദം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നേനെ എന്ന് അമേരിക്ക മുന്നിൽ കണ്ടിരുന്നു. എന്തായാലും അബദ്ധം പറ്റി സ്വന്തം വിമാനത്തിൽ വെടിവെച്ചിട്ടു. 2 നാവികരുണ്ടായിരുന്നു, ഒരാൾക്ക് നേരിയ പരിക്കുണ്ട്.